ഓക്കെ, സൂപ്പർ സോങ് ഗൗരി ലക്ഷ്മിയുടെ സൂപ്പർ സോങ് ആണ് കേട്ടിട്ടുണ്ടായിരുന്നത്. യു ആർ ലിസ്ണിംഗ് ടു കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM 94.3. കൂടെയുള്ളത് അനുരൂപാണ്. സിനിമ ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കാണുന്ന എല്ലാ കാഴ്ചകളിലും ജീവിതങ്ങളിലും കഥകളിലും ഒക്കെ തന്നെ സിനിമയുടെ ഒരു കാഴ്ച അവർ കാണാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കൂടെ പ്രണയത്തിൻ്റെ പുതിയൊരു കാഴ്ച നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് ചേരാൻ പോകുന്നത് പുതിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട്. ഹലോ, ഹായ്, നമസ്കാരം. ഹലോ. യെസ്, ക്ലബ് FM-ലേക്ക് സ്വാഗതം. താങ്ക് യു. എൻ്റെ പേര് ആദിത്യൻ. ഞാനൊരു ഫിലിം മേക്കറാണ്. ഹൃദയപൂർവ്വം ശോഭന എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയറക്ടറാണ്. ഓക്കെ, സൂപ്പർ. പേരിൽ തന്നെ അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ടല്ലോ. ഒരു പ്രണയ കഥയായിരിക്കാം എന്നുള്ളതായിരിക്കും അല്ലെ? ശോഭന എന്ന് പറയുന്ന പേരും ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോഴും പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പ്രണയിച്ചിട്ടുള്ള ആളുകൾക്ക് കാലം എത്ര കഴിഞ്ഞാലും ആ പ്രണയം ഉള്ളിൽ നിൽക്കും എന്നുള്ള പല രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. സോ ടെൽ മീ സംതിങ് അബൌട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിച്ചേരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ള എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ. അത് ഇപ്പൊ ഒരു വ്യക്തിയോടാവണമെന്നില്ല, ഒരു വസ്തുവിനോടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ രീതിയിലാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ട്. സോ ഞാൻ ബേസിക്കലി ഭയങ്കരമായിട്ടുള്ളൊരു റൊമാൻറ്റിക് സിനിമകളുടെ ഭയങ്കര ഫാനാണ്. അപ്പോ ഒരു ലവ് സ്റ്റോറി ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിലേക്ക് ലാൻഡ് ചെയ്ത് ആക്ച്വലി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞങ്ങളിങ്ങനെ പല കഥകൾ ഡിസ്കസ് ചെയ്തു. സോ അങ്ങനെ ഒരു 2 ക്യാരക്ടേഴ്സിലേക്കാണ് ആദ്യം ലാൻഡ് ചെയ്തത്. ആ ക്യാരക്ടേഴ്സിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് ഒരു സബ്ജക്ട് ഉണ്ടാക്കി, ഒരു പ്ലോട്ട് ഉണ്ടാക്കി, അങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. സിനിമ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സിനിമയുമായിട്ടുള്ള ഒരു ആത്മബന്ധം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയാ? ഞാൻ 10th പഠിക്കുമ്പോ തന്നെ ഞാനൊരു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു ഡിസിഷനിൽ വന്നെത്തിയ ആളാണ്. എനിക്ക് ആദ്യം ഒരു എഡിറ്റിങ്ങിനോടായിരുന്നു ഒരു ഫാസിനേഷൻ വന്ന് ഞാനൊരു എഡിറ്റർ എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങിയ ആളാണ്. ഞാനങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്തത്. എന്നിട്ട് ഞാൻ സിയാൻ ശ്രീകാന്ത് എന്ന് പറഞ്ഞ എഡിറ്ററുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സിനിമകളിലും പരസ്യങ്ങളിലും എല്ലാം വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മളുടെ മെയിൻ ഉദ്ദേശം ഡയറക്ഷൻ തന്നെയായിരുന്നു. അങ്ങനെ മെല്ലെ നമ്മളുടെ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇനിയുമുണ്ട് വിശേഷങ്ങൾ. ജസ്റ്റ് സ്റ്റേ വിത്ത് us, have ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ഉണ്ണിമേനോൻ സുജാത ടീമിന്റെ ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ക്ലബ് FM 94.3. കൂടെയുള്ളത് അനുരൂപാണ്. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള ഗസ്റ്റ് ഡയറക്ടറാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള പുതിയ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ പേര് ആദിത്യൻ. ഞാനൊരു ഫിലിം മേക്കറാണ്. ഹൃദയപൂർവ്വം ശോഭന എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയറക്ടറാണ്. ഒരു ഡയറക്ടർ എപ്പോഴും നല്ലൊരു എഡിറ്റർ കൂടി ആയിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പം കാര്യം ഓരോ സീൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓരോ ഷോട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഡയറക്ടർ ആൻഡ് എഡിറ്റർ ആണെങ്കിൽ നമുക്ക് എത്രത്തോളം പോകണം, എത്രത്തോളം വേണ്ട എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഷൂട്ടിന്റെ സമയത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു എഡിറ്റർ ഡയറക്ടറായി മാറുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, ഷോട്ടുകൾ മാത്രം നമുക്ക് എടുത്താൽ മതി. നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ഷൂട്ട് നീണ്ടുപോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ബഡ്ജറ്റ് പരമായിട്ടും ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് ബേസിക്കലി ആസ് എൻ എഡിറ്റർ എനിക്ക് ഈ വർക്കിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിന്റെ എഡിറ്റർ ഞാനല്ല, എനിക്ക് വേറെ എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന എഡിറ്റർ എഴുത്തിൽ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ടേബിൾ അറിയാവുന്നത് എപ്പോഴും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്ലസ് ആണ്. ഓക്കെ, എന്തായാലും ഈ ഷോർട്ട് ഫിലിമിന്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ? ക്രൂ എല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ്. നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാവരും നമ്മളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നതായിരുന്നു. എന്റെ സിനിമാറ്റോഗ്രാഫർ അർജുൻ, എന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോപു, എല്ലാവരും റൈറ്റർ പ്രജിത്ത്, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇതിൽ ലീഡ് ചെയ്തിരിക്കുന്നത് ബാലചന്ദ്രൻ, ശോഭന എന്ന് പറഞ്ഞിട്ട് 2 ആക്ടേഴ്സ് ആണ്. രണ്ടുപേരും തിയേറ്റർ ബേസ്ഡ് ആർട്ടിസ്റ്റുകളാണ്. തൃശ്ശൂരുള്ള 2 ആക്ടേഴ്സ് ആണ്. ശോഭന എന്നുള്ള പേര് തന്നെയാണ് അത് ആക്ച്വലി യാദൃശ്ചികമായിട്ട് വന്നതാട്ടോ. നമ്മള് ആദ്യം സ്ക്രിപ്റ്റിൽ എങ്ങനെയായിരുന്നു, പിന്നെ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ തേടി കണ്ടുപിടിച്ചപ്പോ അവരുടെ പേരും ശോഭന തന്നെ. ഇൻട്രസ്റ്റിംഗ്. വലിയ ക്യാൻവാസിൽ അല്ലെങ്കിൽ സിനിമ എടുക്കുക എന്ന് തന്നെ ആയിരിക്കുമല്ലോ ഒരു മേക്കർ എന്ന രീതിയിലുള്ള ഒരു ഡ്രീം എന്ന് പറയുന്നത്. സോ ഈ ഡ്രീമിലേക്കുള്ള യാത്രയിൽ ഇതുവരെ ഇനിയിപ്പം അടുത്ത ചുവട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാം?
1-2 വെബ് സീരീസുകൾ അതിന്റെ എഴുത്തും പിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എത്രയും പെട്ടെന്ന് ഓണാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ ഷോർട്ട് ഫിലിം കരിയറിൽ വലിയൊരു ബ്രേക്കായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വലിയ സന്തോഷം നമ്മുടെ കൂടെ സംസാരിച്ചതിന്. താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ ബ്രോ, താങ്ക് യു. ബൈ. ഓക്കെ. വെൽ, അങ്ങനെ കഥകൾ പറഞ്ഞെനിക്ക് പോകാൻ സമയമായി. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ജസ്റ്റ് സെലിബ്രേറ്റ് യുവർ ബ്യൂട്ടിഫുൾ ലൈഫ് വിത്ത് ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.